ശരിക്കും അവൾ അങ്ങനെ ചെയ്തതാണ്. എന്നെ വിട്ടുപോകാതെ എന്നെ പിടിച്ചു ഇറുക്കി പിടിച്ചു. ഞാനിങ്ങനെ പുഷ് ചെയ്യാൻ നോക്കുമ്പോഴും ഷീസ് എങ്ങനെ ഹോൾഡ് ചെയ്യാൻ നോക്കുകയാണ്. 8 മാസം ഉണ്ടായിരുന്നുള്ളൂ ആ സമയം. അവൾ അഭിനയിച്ചു. ഞാൻ ഒരിക്കലും സിനിമയിൽ വരുമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുമായിരുന്നു. സിനിമയിൽ അഭിനയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തീരുമാനിച്ചു 10ാം ക്ലാസ് കഴിഞ്ഞാൽ യു ഗോയിങ് ടു കലാക്ഷേത്ര എന്നുള്ളത്. അങ്ങനെ നേരത്തെ തീരുമാനിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ വേണ്ടെന്ന് വെച്ചാണല്ലോ കലാക്ഷേത്രത്തിലേക്ക് പോയത്. മൈ ഫസ്റ്റ് മൂവീസ് അങ്കമാലി ഡയറീസ് എന്ന് പറയുമ്പോൾ അതൊരു നമുക്ക് വേറെ ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല എനിക്ക് അവിടെ. ഇപ്പോഴും ആൾക്കാർ എന്നെ അറിയുന്നത് സത്യം പറഞ്ഞ ജൂണിലെ ടീച്ചർ തന്നെയാണ്. അച്ഛൻ എന്ത് പറഞ്ഞു സിനിമ അഭിനയം കഴിഞ്ഞു എന്നപ്പോൾ? അച്ഛൻ പറഞ്ഞു പോണ്ട, നീ ഡാൻസ് സ്റ്റേജിൽ കളിക്കുന്ന പോലെ ഒന്നും ഇല്ലല്ലോ, അതൊന്നും ശരിയാവില്ല, കൊള്ളൂല്ല. എനിക്ക് ആ സമയത്ത് ഫാമിലി റൺ ചെയ്യാനായിട്ട് നൃത്തത്തിനേക്കാൾ കൂടുതൽ എനിക്ക് പണം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ തെലുങ്കിൽ വളരെ പ്രശസ്തയാണ് അവിടെ. കേരളത്തെക്കാളായിരിക്കും കുറച്ച്. ആ ക്യാരക്ടറിന്റെ കയ്യിൽ സേഫ് ആണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ അവർ എന്നെ അപ്രോച്ച് ചെയ്തത്. നമസ്കാരം. മലയാള സിനിമ മാറ്റങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. പഴയതുപോലെ ചില നടന്മാർ, ചില നടിമാർ, അല്ലെങ്കിൽ ചില സഹനടന്മാർ, നടിമാർ എന്നതിനപ്പുറത്തേക്ക് പ്രതിഭയുള്ള ആർക്കും മലയാള സിനിമയിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ചില ആളുകൾ അവരുടെ പ്രതിഭ കൊണ്ട് ശ്രദ്ധിക്കപ്പെടും, പിടിച്ചു നിൽക്കും. മറ്റു ചിലർ 1-2 സിനിമയിലൂടെ പുറത്താക്കപ്പെടും. അത്തരത്തിൽ മലയാള സിനിമയിൽ അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു നടിയാണ്. അങ്കമാലി ഡയറീസിലൂടെ മലയാളത്തിലെത്തി അമ്മ ആയിലൂടെ ഏറെ ശ്രദ്ധ നേടിയ നടിയാണ് ശ്രുതി ജയൻ. ശ്രുതിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം. ശ്രുതി, ഞാൻ അമ്മ എന്ന സിനിമയിലാണ് ശ്രുതിയെ ശ്രദ്ധിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് എൻ്റെ ഇതിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു കഥാപാത്രം, ആ കഥാപാത്രം നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു. ഈ കഥാപാത്രം യാദൃച്ഛ്യം കിട്ടിയതാണോ, തിരഞ്ഞെടുത്തതാണോ, അതെങ്ങനെയാണ് ആ സിനിമയുടെ അണിയറക്കാർ ശ്രുതി ആ കഥാപാത്രം ചെയ്യാൻ തീരുമാനിച്ചത്? അവർ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ്? അതെ, ഇത് ചീഫ് അസോസിയേറ്റ് വഴിയാണ് എനിക്ക് ഗിരീഷ് മാലാർന്ന് അദ്ദേഹമാണ് വിളിച്ചത്. അപ്പോൾ ആദ്യം വിളിച്ചപ്പോൾ ഞാൻ ചെറിയ 6 ദിവസത്തെ കഥാപാത്രം, 7 ദിവസത്തെ കഥാപാത്രമാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആലോചിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കഥ കേൾക്കാൻ പോയി. കഥ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ശരിക്കും നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് ആഗ്രഹിച്ചു പോകുന്ന ചില മുഹൂർത്തങ്ങളുള്ള ചില സ്ക്രിപ്റ്റായിരുന്നു, ആ കഥയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കൂടെ കഴിഞ്ഞപ്പോൾ കുറച്ച് നമുക്ക് എപ്പോഴും പ്രതിഫലമായിട്ടുള്ള ചില നെഗോഷിയേഷൻസ് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ എന്നെ തോമസ് സാറ് വിളിച്ച് പറഞ്ഞു, അവർ ഒരുപാട് ആർട്ടിസ്റ്റുകളെ നോക്കിയിട്ട് അവസാനം, കാരണം ഈ ഒരു കഥയിലത്തെ ഏറ്റവും ഒരു കോറായിട്ടുള്ളൊരു എലമെൻ്റ് ആണ് ആ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അവർ ഒരുപാട് ഫിൽട്ടർ ചെയ്ത് എത്തിയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ശ്രുതിയുടെ കയ്യിൽ ഈ ക്യാരക്ടർ കൊടുത്താൽ സേഫ് ആവുമെന്ന്, കാരണം ഒരു പാളി പോകാൻ പറ്റുന്ന ഒരുപാട് ലെയേഴ്സുള്ളൊരു ക്യാരക്ടറാണ്. ഇങ്ങനെ ഒരു ചെറിയൊരു ബ്രിഡ്ജിൽ കൂടെയാണ് ക്യാരക്ടർ പോകുന്നത്. അവിടെ നിന്ന് ഇവിടെ നിന്നും മാറിപ്പോ. അപ്പോൾ അവർക്ക് അത്രയും സേഫ്റ്റി ആ ക്യാരക്ടറിൻ്റെ കയ്യിൽ സേഫ് ആണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ അവർ എന്നെ അപ്രോച്ച് ചെയ്തത്. ഇത് 7 ദിവസം കൊണ്ട് തന്നെ തീർക്കാൻ പറ്റിയോ? കഴിഞ്ഞു. പറഞ്ഞ ദിവസം ആ ഷൂട്ടിംഗ് ഒന്നും മാറ്റം വരുത്തില്ല. ഇത് അഭിനയിച്ചപ്പോഴത്തെ ഒരവസ്ഥ എന്തായിരുന്നു ഈ ക്യാരക്ടർ? അത് സത്യം പറഞ്ഞാൽ കുറച്ച് നാൾ എനിക്ക് ആ ഒരു എസ്പെഷ്യലി കൊച്ചിനെ ഉപേക്ഷിച്ച് തിരിച്ചു വരുന്നൊരു സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടി ഉപേക്ഷിക്കുക, തിരിച്ചു വരിക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓൺ സ്പോട്ട് ഡെവലപ്പ് ചെയ്ത കുറേ കാരണം ആക്ച്വലി മോൾ എൻ്റെ അടുത്ത് അത്ര അറ്റാച്ച്മെൻ്റ് ഇല്ല. കാരണം ഞാനത്ര അറ്റാച്ച്മെൻറ്റ് കാണിച്ചിരുന്നില്ല. കാരണം ക്യാരക്ടറിൽ ഒരു കുട്ടിയെ വളർത്തുന്ന സെറോഗസിയിൽ ഉണ്ടായ കുട്ടി യഥാർത്ഥമായിട്ടുള്ള അമ്മ കുട്ടീനെ കൊണ്ടുപോയില്ല. അപ്പോൾ ഒരു നോക്കേണ്ട ഉത്തരവാദിത്തം, അല്ലാതെ അതിന് കുട്ടീനെ ഓമനിക്കുക അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലാത്തത് കൊണ്ട് ഞാനത്ര അറ്റാച്ച്മെൻറ്റ് കാണിച്ചില്ല കൊച്ചിൻ്റെ അടുത്ത്. പക്ഷേ ഈ കുട്ടി ആ നിമിഷം ആ കുട്ടി ശരിക്കും അവൾ അങ്ങനെ ചെയ്തതാണ്. എന്നെ വിട്ടുപോകാതെ എന്നെ പിടിച്ചു ഇറുക്കി പിടിച്ചു. ഞാനിങ്ങനെ പുഷ് ചെയ്യാൻ നോക്കുമ്പോഴും ഷീസ് എങ്ങനെ ഹോൾഡ് ചെയ്യാൻ നോക്കുക.
നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്യാരക്ടറാണെങ്കിലും സ്ത്രീ എന്ന് പറഞ്ഞൊരു നമ്മുടെ ഉള്ളിലൊരു മദർഹുഡ് ഉണ്ടാവുമല്ലോ, നമുക്കൊരു അയ്യോ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്നുള്ള തോന്നൽ തിരിച്ചു പോകുന്നു, എനിക്ക് പറ്റാണെങ്കിൽ ഞാൻ തിരിച്ചു വീണ്ടും പോകുന്നത്, ഇതൊക്കെ ആ നിമിഷം ഉണ്ടായിട്ടുള്ള ഇംപ്രവൈസേഷൻസ് ആണ് ശരിക്കും. അല്ലാതെ കഥയിലില്ല, തിരക്കഥയിലില്ല. ഇല്ല, ഉണ്ടായിരുന്നില്ല. അവിടെ വെക്കുക, തിരിച്ചു പോവാന്ന് മാത്രമേ. എത്ര മാസം? അവൾക്ക് 8 മാസം ഉണ്ടായിരുന്നുള്ളൂ ആ സമയം. അവൾ അഭിനയിച്ചു. ചിലപ്പോൾ പേടിച്ചിട്ടാണ്, പക്ഷെ നമ്മൾക്കത് ഭയങ്കര ബ്ലെസ്സിങ് ആയി. ചില സമയങ്ങളിൽ പ്രകൃതി നമുക്ക് വേണ്ടിയൊക്കെ ഒരുക്കി തരുന്ന പറയുന്ന പോലെയായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോഴും പോവാ, ഞാൻ ആരുടെ കയ്യിൽ കൊടുത്താലും അവൾ പോവും, അങ്ങനെയായിരുന്നു. എന്നെ അത്ര വലിയ അറ്റാച്ച്മെന്റ് ഇല്ല. പക്ഷെ ആ നേരത്ത് ഭയങ്കരമായിട്ട് അള്ളിപ്പിടിക്കുന്നു, എന്നെ വിടുന്നേ ഇല്ല. അപ്പം ശരിക്കും നമ്മൾ പതറിപ്പോയി. ശരിക്കും ആ ഒരു മൊമെൻറ്റ് കുറച്ച് നാളെടുത്തു എനിക്കത്. ഞാൻ ആ സിനിമയെക്കുറിച്ച്, കഥയെക്കുറിച്ച്, സന്ദർഭത്തെക്കുറിച്ച് പറയുമ്പോൾ ഉള്ളിൽ ആ ഒരു നമുക്കും ഉണ്ടായോ ഞാൻ ചെയ്ത ഒരു ഗിൽട്ട് ഫീലിംഗ് ഉണ്ടാവില്ലേ, അങ്ങനെ ഉണ്ടായിരുന്നു. ഈവൻ അവളുടെ അമ്മ പറയുന്ന ഈ റീസെൻ്റ്ലി പ്രൊമോഷൻ സമയത്ത് കണ്ടപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം ആ കുട്ടി ആരുടെ കയ്യിലും പോയിരുന്നില്ല എന്ന്. കുറെ സമയം എടുത്തു. ഇപ്പൊ എന്നെ കണ്ട എന്റെ അടുത്തേക്ക് വരില്ല, ചിലപ്പോ ഉള്ളിലുണ്ടാവുമല്ലോ ഉപേക്ഷിച്ചെന്ന്. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ എന്നെ ഇങ്ങനെ ഒളിഞ്ഞൊക്കെ നോക്കുന്നത്, എന്റെ അടുത്തേക്ക് വരുന്നതേ ഇല്ല. ബാക്കി എല്ലാവരുടെ അടുത്തും ഇപ്പൊ 1 വയസ്സ് 2 വയസ്സിനടുത്തായി. ഇപ്പൊ നിഹാര എന്നാണ് പേര്. അപ്പം വളരെ യാദൃച്ഛികമായി സംഭവിച്ചതാണ് അതെല്ലാം. അയ്യോ തീർച്ചയായിട്ടും. അത് ഒരുപക്ഷെ സിനിമയുടെ ഒരു കാതലായി മാറിയത് ആ ഒരു വല്ലാത്ത മൊമെന്റ്സ് ആണ് തീർച്ചയായിട്ടും. അയ്യോ പിന്നെ ഈ ഒരു റോളിനെ എങ്ങനെയാണ് അതിനെ മൊത്തത്തിൽ ആ ഒരു റോളിന് അപ്പുറത്തേക്ക് ഈ ഒരു റോളിനെ ഈ ഒരു സരഗസ്യാമ്മ, അതായത് ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കേണ്ടി വന്നു, സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട്, ഭർത്താവട്ടെ മദ്യപാനിയാണ്, ആ കുഞ്ഞിൻ്റെ അമ്മ പോകുന്ന ആ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയെ ആ റോളിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് മൊത്തത്തിൽ? അതിന് ഞാൻ അങ്ങനെ ഒരുപാട് പ്രിപ്പയർ ചെയ്യുന്ന, ഞാൻ മെൻ്റലി ഒരുപാട് പ്രിപ്പയർ ചെയ്യും. ഞാൻ അതിനെക്കുറിച്ച് എഴുതും, എൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചിലപ്പോൾ സിനിമ തുടങ്ങുന്നേക്കാൾ 2 ദിവസം മുമ്പൊക്കെ പ്രിപ്പറേഷൻ ഞാൻ തുടങ്ങും. പക്ഷേ ഞാൻ അങ്ങനെ ഒരു ആ മെത്തേഡ് അങ്ങനെ ഇരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ല ഞാൻ. എൻ്റെ സാറും ക്യാമറമാനൊക്കെ എന്നെ സ്വിച്ച് ആർട്ടിസ്റ്റ് എന്നാണ് വിളിക്കുക. ഞാൻ ടേക്ക് ആക്ഷൻ പറയുമ്പോൾ ഞാനാവും ലൈക്ക് അങ്ങനത്തെ ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. അങ്ങനെ ഒരുപാട് പ്രിപ്പറേഷൻസ് എടുത്തിട്ടില്ല. ലൈക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് വേണ്ടുള്ളൊരു പ്രിപ്പറേഷൻസേ ഉള്ളൂ. കാരണം പിന്നെ ഇതൊരു ശരിക്കും ഒരുപാട് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്, അല്ലാതെ നമുക്ക് സാധാരണ ഒരു ബിഹേവിയർ വെച്ച് ചെയ്യേണ്ട. ശരിക്കും നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുണ്ടല്ലോ, അപ്പം അതിൻ്റെ അവസ്ഥ അറിയാം. പിന്നെ ഞാൻ പൊതുവെ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഇതിന് മുമ്പ് ഒരു സരോഗസി ആയിട്ടുള്ള ഒരു തെലുഗു സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുട്ടീനെ കൊടുത്തിട്ട് പോകുന്നൊരവസ്ഥയാണ്. അപ്പം നമുക്ക് ആ സമയങ്ങളിൽ ഏതൊരു സ്ത്രീക്കും എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യണതാവില്ല. കാരണം ഒരു അമ്മ എന്ന് പറയുമ്പോൾ ആ പീരീഡ് കഴിയുമ്പോൾ ഇവൻ മുലപ്പാൽ കൊടുത്തു കഴിഞ്ഞാൽ ആ അറ്റാച്ച്മെൻറ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും ഒരു വേദന ഉണ്ടാവും, ഇഷ്ടം ഉണ്ടായിരിക്കാം. ആ ഇഷ്ടം ഒരിക്കലും കാണിക്കാൻ പറ്റില്ല. കാണിച്ചു കഴിഞ്ഞാൽ അറ്റാച്ച്ഡ് ആയി പോവും, തിരിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ള ആൻഡ് ഓൾസോ അവളുടെ ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആണ്, ഭർത്താവിനെ കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഹാപ്പി അല്ല, അവരെന്നെ സർവൈവ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ലെയേഴ്സ് ഇങ്ങനെ ഒരു നോട്ടത്തിൽ തന്നെ ഒരുപാട് ഇമോഷൻസ് കൊണ്ടുവരണം. അതായിരുന്നു ജിൻസി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഈ അവിടേക്ക് വരികയാണ് അമ്മിണിയമ്മ വരുന്നത്, അവിടെയാണ് ആദ്യം രംഗപ്രവേശം ചെയ്യുന്നത്. ഈ അമ്മിണിയമ്മ വരുന്ന അമ്മിണിയമ്മ വരുമ്പോൾ തന്നെ ആ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന കഥാപാത്രം, തുണി അലക്കുക പാത്രങ്ങൾ, വല്ലാത്തൊരു നിസ്സംഗതയുണ്ട്. അത് ക്യാരക്ടർ സിനിമയിലെ തുടക്കം തന്നെ. അതെങ്ങനെയാണ് ആ സിനിമ തുടക്കത്തിൽ തന്നെ അതെങ്ങനെയാണ് ആ ഒരു വികാരം അവിടെ എത്തിച്ച? ഈ ഒരു വികാരമാണ് നിസ്സംഗത, ഒരു എന്താ പറയുക, ഒരു ഇറിറ്റേഷൻ, എല്ലാം കൂടെയുള്ള വികാരം ഈ തുടക്കത്തിൽ തന്നെ. അതെങ്ങനെയാണ് ആ ഒരു ഫീൽ എത്തിച്ചെത്തത് അവിടെ വരുമ്പോൾ? അതെങ്ങനെയാണ് പ്രിപ്പറേഷൻ? സിനിമയുടെ തുടക്കമാണല്ലോ. അതെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ വരുമല്ലോ. എനിക്ക് ബേസ് എൻ്റെ നൃത്തമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കോൺഫിഡൻസും എൻ്റെ ഉള്ളിലുള്ള ശ്വാസം എല്ലാം ഞാൻ നൃത്തത്തിൽ കൂടെ കൺവേർട്ട് ചെയ്ത് അഭിനയത്തിൽ കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ സ്റ്റേജ് എക്സ്പീരിയൻസുകളായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഒരുപാട് ഞാൻ അങ്ങനെ ട്രെയിനിങ്ങോ അങ്ങനെ നൃത്തത്തിന് വേണ്ടി ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. റീസെൻ്റ്ലി ആണ് ഞാൻ ആക്ടിങ് വർക്ക്ഷോപ്സിനൊക്കെ പോകാൻ തന്നെ തുടങ്ങിയത്. കാരണം കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ട് തന്നെ അറിയണം.
ചില സിനിമകൾ ചെയ്യുമ്പോൾ ചില ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും യെസ് മലയാളത്തിൽ ഞാൻ കുറച്ചും കൂടെ തമിഴ് തെലുഗു ഹിന്ദിയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് വെബ് സീരീസസ്. അപ്പോൾ അവിടെ കുറച്ചും കൂടെ ഇതിനെ തിയററ്റിക്കലാക്കി കാണുന്ന ആൾക്കാരാണ്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ചു വന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ നമ്മളറിയാത്ത ഇരിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഞാൻ വീണ്ടും കോഴ്സസിനൊക്കെ പോകാൻ തുടങ്ങി. ആ കോഴ്സിന് ശേഷം ചെയ്തിട്ടുള്ള സത്യം പറഞ്ഞ ക്യാരക്ടറാണ് അവർ. അത് ഗുണം ചെയ്തു ശരിക്കും. കാരണം അപ്പം ഞാൻ പോയത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതും അവർ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതും ശരിയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ പോയതാണ്. പക്ഷെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന രീതിയും ശരിയായിരുന്നു, അവരും പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു കഥാപാത്രം ഞാൻ ചെയ്തത്. ഈ പ്രിപ്പറേഷൻ എങ്ങനെയാണ് സാധാരണ ഒരു സിനിമയിൽ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ഒരു കഥാപാത്രത്തെ കൈ കിട്ടുമ്പോൾ അതിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ അത് ആദ്യം കഥ കേൾക്കുന്നു, അതെ, അത് കഴിഞ്ഞാൽ കഥാപാത്രത്തെ സ്വീകരിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഒരാൾ എന്നോട് എന്ത് കഥ പറഞ്ഞാലും ഇപ്പം സാർ ഒരു കഥ പറഞ്ഞാലും എൻ്റെ ഒരു മനസ്സെന്ന് വെച്ചാൽ ഞാൻ അതിന് വിഷ്വൽ ചെയ്യും എപ്പോഴും. ഇവൻ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ്. സിനിമയിൽ അഭിനയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്ത് സംഭവം കേട്ടാലും ഞാനിപ്പോൾ ആരെങ്കിലും കഥ കേട്ടോണ്ടിരുന്നാലും ശ്രുതി കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ പറയാം കേൾക്കുന്നത്, ഞാൻ വിഷ്വൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ വിഷ്വലാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ വരിക. അപ്പം അന്ന് കഥ പറയുമ്പോഴും എനിക്ക് ആ കൊച്ചിനെ ഉപേക്ഷിക്കുന്നതും ഞാൻ തിരിച്ചു വരുന്നതും ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ എൻ്റെ വിഷ്വൽ വേറെയാണ്, ഡയറക്ടറുടെ വിഷ്വൽ വേറെ ആയിരിക്കും. പക്ഷെ ഇവൻ ചെറുപ്പം തൊട്ടേ ഉള്ള ഇപ്പം ഞാൻ ഒരു കൊറിയോഗ്രാഫി ചെയ്യണ സമയത്ത്, ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യണ സമയത്ത് ഞാൻ കാണുന്നത്, ഞാൻ സ്റ്റേജിൽ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ചെറുപ്പം തൊട്ട് എനിക്കൊരു വിഷ്വൽ എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും കഥ കേൾക്കുമ്പോൾ ആദ്യം എൻ്റെ വിഷ്വൽ കാണും. ദെൻ ഞാൻ ചിലപ്പോൾ അപ്പം തന്നെ ഞാൻ ഐ തിങ്ക് ഞാൻ കരഞ്ഞു തോന്നുന്നു ആ കഥ കേട്ടിട്ട്. പിന്നെ ഒരു 2 ദിവസം മുമ്പാണ് ആസ് എ ആക്ടർ എന്നുള്ള നിലയിൽ പ്രിപ്പറേഷൻസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഡാൻസ് ഞാൻ കുറച്ച് കുറയ്ക്കും, ഐ മീൻ പ്രാക്ടീസ് ഞാൻ കുറച്ച് കുറയ്ക്കും. കാരണം ചിലപ്പോൾ കയറി വരാൻ സാധ്യതകളുള്ള ഇതാണ്. കാരണം നൃത്തം എൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ അതിന്ന് വിട്ട് വരണമെങ്കിൽ കുറച്ച് ഡാൻസ് കുറച്ചൊന്ന് ഞാൻ മാറി നിൽക്കണം സിനിമയിൽ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഒരാഴ്ചയൊക്കെ പ്രാക്ടീസ് കുറച്ച് നിർത്തി ഞാൻ ഈ ഒരു ആക്ടിങ്ങിലേക്ക് മെത്തേഡിലേക്ക് ഞാൻ മാറ്റി ഞാൻ എഴുതും. എന്താണ് എഴുതുന്നത് മനസ്സിലായില്ല. എഴുതുക വെച്ചാൽ അത് ഓരോ ആക്ടർ മെത്തേഡ്സ് ആണ്. ഇപ്പൊ ഞാനിപ്പോ ജിൻസി എങ്ങനെയായിരിക്കും, ജിൻസി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആയത്, ഞാൻ എഴുതും. അത് നമുക്ക് തോന്നുന്നതോ അതോ എന്റെ മനസ്സിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു വേൾഡ്, ജിൻസിയെ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നിട്ടുള്ള വേൾഡ് ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ എന്തുകൊണ്ടായിരിക്കും ജിൻസി എപ്പോഴായിരിക്കും കല്യാണം കഴിച്ച് വന്നിട്ടുണ്ടായിരിക്കുക, ജിൻസി എപ്പോഴായിരിക്കും എന്തുകൊണ്ടായിരിക്കും ആ കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കുക, തിരക്കഥയിലില്ല. നമ്മൾ ആ കഥാപാത്രത്തെ പൂർണ്ണമായി മനസ്സിലാക്കി അത് എൻ്റെ അത് ആരെയും കാണിച്ചൊന്നും കൊടുക്കില്ല, അത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോൾ എൻ്റെ ബ്രെയിനിന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും വളരെ ഈസി ആയിട്ട് സാറ് പറഞ്ഞല്ലോ ഈ കഥ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇറിറ്റേഷൻ ഫീൽ ചെയ്തു എന്നുള്ളത്. കാരണം അപ്പോൾ ആ തോട്ട്സ് ഞാൻ ഓൾറെഡി കൊടുക്കും. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ പല ആക്ടേഴ്സും ചെയ്യുന്ന പോലെ ചർച്ച ഇല്ല. പിന്നെ ഒബ്വിയസ്ലി സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടും ഡയറക്ടറായിട്ടും ഞാൻ സംസാരിക്കും. അല്ല, അവർ ചില നിർദ്ദേശങ്ങൾ നൽകുമല്ലോ ഈ കഥ. തീർച്ചയായിട്ടും ആ നിർദ്ദേശങ്ങളിലേക്ക് നമ്മൾ ഇത് കൂട്ടിച്ചേർക്കുമ്പോൾ അവരുടെ നിലപാട് ഇതിൻ്റെ അകത്ത് തന്നെ, ഉദാഹരണത്തിന് ശ്രുതി സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഒരു ജിൻസിയുണ്ട്, ഒരു കഥാപാത്രമുണ്ട്. പക്ഷേ സംവിധായകനും തിരക്കഥാകൃത്തും പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ജിൻസിയുണ്ട്. അപ്പം ഇത് തമ്മിൽ ഇത് ചർച്ചയിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? അവർ അക്സെപ്റ്റ് ചെയ്തോ? അതെന്താണ് സംഭവിച്ചത്? ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് എൻ്റെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുത്തിട്ട് അത് ഞാൻ അവിടെ കട്ട് ചെയ്യും. പിന്നെ ഒരിക്കലും മീൻസ് ഡയറക്ടറുടെ അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ വളരെ പ്ലെയിൻ ആയിട്ടാണ് പോവുക. കാരണം അങ്ങനെ വേണമെന്ന് വിചാരിക്കുന്ന ആളാണ്. കാരണം അവിടെ അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് വരും. കാരണം അദ്ദേഹത്തിൻ്റെ ഐഡിയയും എൻ്റെ ഐഡിയോളജിയും തമ്മിൽ ഡിഫറൻസ് ആയിരിക്കും. അപ്പം ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു ആക്ടർ ഒരു വെള്ളത്തെ പോലെ ആവണം, ഏത് പാത്രത്തിൽ ഫിറ്റ് ആവണം എന്നാണ്. അപ്പം ഞാൻ അവിടെ പ്ലെയിൻ ആയിട്ടാണ് പോവുക. പിന്നെ അവിടെ എൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സൊക്കെ എനിക്ക് ചെയ്യാനുള്ള ഫ്രീഡം തന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ തോമസ് സാറൊക്കെ ശരിക്കും ശ്രുതി നോക്കട്ടെ, ചിലപ്പോൾ പിന്നെ അതിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനായിരിക്കും അവർ പറയുന്നുണ്ടായിരിക്കാം. അപ്പം ഞാനിത് നാഗേഷ് കുക്കുനൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡോ അമേരിക്കൻ ഡയറക്ടറുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തായിരുന്നു, ഹിന്ദി വെബ് സീരീസ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടാണ് ശരിക്കും ഒരു അഭിനയത്തിൻ്റെ വേറൊരു സാധ്യത ഞാൻ ട്രെയിൽ ഓൺ അസാസിൻ എന്ന് പറഞ്ഞിട്ട് രാജീവ് ഗാന്ധി അസാസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വെബ് സീരീസ് ഞാൻ ചെയ്തു. ശരിക്കും അവിടെ പോയപ്പോഴാണ് ഞാൻ വേറൊരു സാധ്യത അവിടെ പോയപ്പോഴാണ് അവിടെ നമുക്ക് ഒരു പ്രിപ്പറേഷനും ഇല്ല, ഒന്നുമില്ല. സാർ എന്താണോ പറയുന്നത് അത് മാത്രം ചെയ്യുക. ഇവൻ മോണിറ്റർ കൂടെ പോലും നമുക്ക് നോക്കാൻ അങ്ങനത്തെ ഒരു സ്കൂളായിരുന്നു അത്. പക്ഷെ അവിടെ നിന്നാണ് ഞാൻ കുറച്ചും കൂടെ ഇതിൻ്റെ ഒരു ഡെപ്ത് ഞാൻ
മനസ്സിലാക്കി കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയത്. ഇതിൻ്റെ അകത്ത് കുറച്ചെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തോ സ്വന്തമായിട്ട് ഈ ജിൻസിയുടെ കഥാപാത്രത്തിലേക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തോ? ഓൾമോസ്റ്റ് സ്വന്തം തന്നെയാണ്. ഇപ്പോൾ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്നതൊക്കെ സ്വന്തം തന്നെയാണ്. ചില കാര്യങ്ങൾ, നോട്ടങ്ങൾ, ചില കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പം അമ്മിണിയമ്മോട് പറയുന്നില്ല, സാറിന് ഓർമ്മയുണ്ടോ ഇവിടെ പാത്രം കഴുകി തിരിച്ചു പോകുന്നത് ഒരു നോട്ടമുണ്ട്. അപ്പോൾ ആ നോട്ടം സാർ ശ്രുതി ഒന്ന് നോക്കുമോ, അപ്പോൾ ആ നോട്ടത്തിൽ ആക്ച്വലി നിങ്ങൾ വന്നോളൂ എന്നുള്ളൊരു ഉത്തരം കൂടെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് ആണ്. ഓൾമോസ്റ്റ് നമ്മളും ഇതൊരു ശരിക്കും കൊടുക്കൽ വാങ്ങലാണ്. സാറും ഡയറക്ടറും എന്താ പറയുക, ആക്ടറും തമ്മിലുള്ള ഏതൊരു ക്രിയേഷനും അങ്ങനെ തന്നെയാണ് വരേണ്ടത്. സംവിധായകൻ ഹാപ്പി ആയിരുന്നു? തീർച്ചയായിട്ടും. ഞാൻ സംസാരിച്ചിരുന്നു, എന്നോട് പറഞ്ഞു കറക്റ്റാണ്, ആ ശ്രുതിയെ കുറിച്ചുള്ള വിലയിരുത്തൽ വളരെ കറക്റ്റാന്ന് തോന്നുന്നു. പക്ഷേ അവർക്ക് ഇഷ്ടപ്പെടാതെ അമ്മണിയമ്മയെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. പലർക്കും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊരു അതിനാടകീയതയും കൃത്രിമത്വവും തോന്നുന്നു. ചിലപ്പോൾ അവരുടെ ചിലപ്പോൾ ഡബ് ചെയ്ത് വേറെ. ശരിക്കും അത് ഭയങ്കര ഒരു ആക്ടറെ സംബന്ധിച്ച് ശരിക്കും ഒരു ശ്വാസം പോലും നമ്മുടെ ജീവനാണ്. ഒരു ജീവൻ കൊടുക്കുകയാണ്. നമ്മളൊരു കഥാപാത്രത്തിൽ നമ്മുടെ ലൈഫ് തന്നെ കൊടുക്കുകയാണ്. ഒരു പുതിയൊരു ജീവൻ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്വാസം വരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ചിലപ്പോൾ ആസ് എ ആക്ടർ അവരുടെക്ക് അവർ കൊടുത്തു കാണും. ചിലപ്പോൾ ഡബിങ് ചെയ്തത് എനിക്കങ്ങനെ ഫീൽ ചെയ്തത് എനിക്കെന്തോ ഭയങ്കര കൃത്രിമത്വം തോന്നി. ഒരുപാട് വലിയ ആക്ട്രസ് അല്ലേ, പക്ഷെ ഒരുപാട് പേര് നല്ലത് പറഞ്ഞു. പക്ഷെ എനിക്കെന്തോ കൃത്രിമത്വം തോന്നി. ഞാനപ്പോൾ ആലോചിച്ച് നമ്മുടെ ലെനയോ ഉർവശിയോ മറ്റേ പാർവതിയോ വേണ്ട, ഈവൻ ലെനയാണെങ്കിൽ പോലും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. എനിവേ ഒരു കാര്യം കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചോട്ടെ. ഈ സാധാരണ സിനിമയിലെ മേക്കപ്പ് എന്ന് പറയുന്നത് കൂടുതൽ സൗന്ദര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ സിനിമയിലെ മേക്കപ്പിന് തിരിച്ചായിരുന്നല്ലോ അല്ലേ? കുറച്ചുകൂടെ അത് ആ ഒരു പ്രക്രിയ എങ്ങനെ, ഞാനിപ്പം ആ സിനിമയിലൂടെ കാണുന്നത് പോലെ അല്ലല്ലോ. അപ്പൊ അതെങ്ങനെ ആ ഒരു മാറ്റം എന്ത് സംഭവിച്ചു? ശരിക്കും ആ സിനിമ ക്യാരക്ടറാകാൻ വേണ്ടിയിട്ട് ഒരുപാട് മുഖത്തെ ഭാവവും മാത്രമല്ല മേക്കപ്പിൽ മാറ്റം വരുത്തിട്ട് വന്നില്ലേ? അവർ ഡൾ ചെയ്യും. ഒബ്വിയസ്ലി ആ ക്യാരക്ടർ അങ്ങനെയാണ്. ഒരുപാട് ജോലി ചെയ്യുന്ന ആളാണ്, പുറത്തു പോകുന്ന ആളാണ്, ടാൻ ഉണ്ടായിരിക്കാം. സാധാരണ നമ്മൾ ഒരു AC റൂമിൽ വർക്ക് ചെയ്യുന്ന ആളും പുറം പണി ജോലി ചെയ്യുന്ന ആളുടെ വ്യത്യാസം, സ്കിൻ ടോൺ വ്യത്യാസം ഉണ്ടാവും. ഈവൻ സ്കിൻ ടോൺ ആവില്ല. അപ്പം അങ്ങനെ രീതിയിൽ ഒരുപാട് ഒരു ടാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഡൾ ചെയ്തിട്ടുണ്ട് കണ്ണിൻ്റെ ഇവിടെയൊക്കെ. അതിൽ തന്നെ നമുക്കൊരു വിഷാദം തോന്നുന്ന തരത്തിലുള്ള ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കാരണം ഒരു ഹാപ്പി ആയിട്ടുള്ള എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടെങ്കിലായിരിക്കും ജിൻസി നന്നായിട്ട് ഒരുങ്ങി പോകും തന്നെ. അങ്ങനത്തെ ഒരു മൊമെന്റ് പോലും ആ സ്ത്രീയുടെ ജീവിതത്തിലില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിൽ അവർ ഡൾ ചെയ്തിട്ടുണ്ട്. ഡാർക്ക് ആയിട്ടുള്ള കണ്ണിന്റെ അടിയിലും ഇവിടെ കുറച്ച് ചീക്സും ഒക്കെ അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഭയങ്കര മാറ്റമാണ്. അതായത് ആ ക്യാരക്ടറിന് ചേരുന്ന തരത്തിലേക്ക് ടോട്ടലി മാറി. നമുക്ക് കാണാത്രത്തോളം കാലം നമുക്ക് അറിയത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഈ മേക്കപ്പിന് നമുക്ക് മനസ്സിലാവാത്തത്. നമ്മൾ ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും. എനിവേ അതിനകത്തൊരു വേറൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഈ സാധാരണ നായികയാവണം അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നായികയാണ്, അപ്പം ഏത് തരത്തിലെ ക്യാരക്ടറും സ്വീകരിച്ചു പോകുന്നു അല്ലേ? നല്ല കഥാപാത്രത്തിൽ നോക്കും. അതെ അതെ. ഞാൻ എപ്പോഴും ഏതൊരു സിനിമയിൽ, ഞാൻ ആ സിനിമയുടെ പേര് പറഞ്ഞത് നായികയായിരുന്നല്ലോ ഒരു സിനിമ, കൊറോണ. പക്ഷേ അതൊന്നും വിഷയമല്ല. അത് ഇനി അടുത്ത നായിക വേണം നിർബന്ധമില്ല, അങ്ങനൊന്നുമില്ല. ഞാൻ അങ്ങനെ തീരുമാനിച്ച് ഞാൻ സിനിമയിൽ എത്തുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ ഒരു പ്ലാനിങ്ങിലൂടെ സിനിമയിൽ എത്തുന്ന ആളല്ല ഞാൻ. ചെറുപ്പം തൊട്ട് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കലാക്ഷേത്ര പോവുക. എൻ്റെ അച്ഛനാണ് എൻ്റെ 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തീരുമാനിച്ചു 10ാം ക്ലാസ് കഴിഞ്ഞാൽ യു ഗോയിങ് ടു കലാക്ഷേത്ര എന്നുള്ളത്. അങ്ങനെ നേരത്തെ അച്ഛൻ തീരുമാനിച്ചതാണ്. അപ്പോൾ അവിടെ പോവുക. എൻ്റെ 4 വയസ്സോട് തുടങ്ങി. അച്ഛൻ സംഗീതമാണെന്ന് എനിക്കറിയാം, തൃശ്ശൂർ ജയായിരുന്നു. പക്ഷെ നൃത്തത്തിന് പാട്ട് പാടുന്ന ആളായിരുന്നു അച്ഛൻ. അപ്പൊ അച്ഛൻ സ്ഥിരമായിട്ട് അപ്പൊ അച്ഛൻ എൻ്റെ അമ്മ, എനിക്ക് തോന്നുന്നത് എനിക്ക് അമ്മയ്ക്കൊരു 3 മാസം 4 മാസം ഗർഭിണിയായ സമയത്ത് അച്ഛൻ മൂകാംബികയിലൊക്കെ പോയിട്ട് നേർന്നു മകളെ നർത്തകിയാക്കണം, നർത്തകിയെ ഇവിടെ നിന്ന് ഡാൻസ് ചെയ്യിപ്പിക്കണം. അച്ഛൻ അങ്ങനെയൊരു എന്നെ അങ്ങനെ എന്താ ചെറുപ്പം തൊട്ടേ എന്നെ 4 മണിക്ക് എണീപ്പിക്കും, ഞാൻ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു എൻ്റെ. രാവിലെ പ്രാക്ടീസ് ചെയ്യും, വൈകുന്നേരം പ്രാക്ടീസ് ചെയ്യും. എൻ്റെ ശനി ഞായർ ദിവസങ്ങളൊക്കെ ഞാൻ ഡാൻസ് ക്ലാസ്സിലാണ്. കാരണം അച്ഛൻ രാവിലെ പ്രോഗ്രാമിനൊക്കെ പോകും, എന്നെ ഒരു 7 മണിക്ക് ഡാൻസ് ക്ലാസ് കൊണ്ടാക്കും. അച്ഛൻ രാത്രി 12 മണിക്കൊക്കെ തിരിച്ചു വരിക. ഞാൻ അപ്പോഴും എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് അങ്ങനെയായിരുന്നു, ഫുള്ളി ഇൻ ഡാൻസിലായിരുന്നു, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് വേറൊരു ലോകമായിരുന്നു. പിന്നെ കലാക്ഷേത്ര പോകുന്നു, അവിടുത്തെ ഒരു ഇതായിട്ട് അവിടെ ഗുരുകുല വിദ്യാഭ്യാസം, പിന്നെ അവിടെ വർക്ക് ചെയ്യുന്നു. കലാക്ഷേത്രത്തിൽ 6 ഇയർ കോഴ്സാണ്. ഞാൻ 5 ഇയേഴ്സ് പഠിച്ചു. എനിക്ക് ഡയറക്റ്റ് 2nd ഇയർ പ്രൊമോഷൻ കിട്ടി അവിടെ. അപ്പോൾ ഞാൻ അവിടെ പോസ്റ്റ് ഡിപ്ലോമ ആൻഡ് പോസ്റ്റ് ഡിപ്ലോമയാണ്.
അത് അവിടെ പഠിച്ചു. പിന്നെ 2-3 കൊല്ലം അവിടെ വർക്ക് ചെയ്തു. ഡിഗ്രി അല്ല, ഡിഗ്രി ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഇഗ്നോയിൽ ഞാൻ ചെയ്തു. പഠിച്ചു. അത് നൃത്തത്തിലാണോ? അല്ല, അത് BA ഇംഗ്ലീഷിൽ ചെയ്തു. +2 എല്ലാം അങ്ങനെ തന്നെ ചെയ്തത്. കാരണം അല്ല, അപ്പൊ വീട്ടിൽ നിന്ന് എപ്പോഴാണ് മാറുന്നത്? +2 കഴിഞ്ഞിട്ട്? അല്ല, 15 വയസ്സിൽ. 15 വയസ്സിൽ മാറി ചെന്നൈയിലേക്ക്. അപ്പൊ അതിന്റെ അച്ഛൻ അതിന്റെ ഫീസോ ചെലവൊന്നും അച്ഛൻ അറിയതില്ല? കാരണം എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി. ഫസ്റ്റ് ഇയർ മാത്രം ഒരു ടേമിൽ അടച്ചിരുന്നു. പിന്നെ എനിക്ക് ഹയസ്റ്റ് മാർക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഞാൻ ഹോസ്റ്റലും കോളേജും ഒക്കെ എനിക്ക് സ്കോളർഷിപ്പ് ആയിരുന്നു. അപ്പോഴത്തേക്കും നൃത്തത്തിലേക്ക് മൊത്തം അങ്ങ് ഇറങ്ങിച്ചെന്നു. അതെ, കലാക്ഷേത്രം ചെന്നപ്പോൾ പിന്നെ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല? ഒന്നുമില്ല. ഞാൻ ഒരിക്കലും സിനിമയിൽ വരുമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുമായിരുന്നു. അപ്പോഴും ഞാൻ ഇല്ല. കാരണം എനിക്കതായിരുന്നു വേറെ ഞാൻ ചിന്തിച്ചിട്ട്. കാരണം ഒന്നത് വീട്ടിലാർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല സിനിമ എന്ന് പറയുന്നത്. കാരണം 10th പഠിക്കുന്ന സമയത്ത് ഞാൻ കലോത്സവത്തിൽ ഭരതനാട്യം, കുച്ചിപ്പുടി ഒക്കെ വിന്നറായിരുന്നു. സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ. അതെ, സ്റ്റേറ്റ് ലെവൽ. സ്റ്റേറ്റ് ലെവൽ. അപ്പോൾ ആ സമയത്ത് ആ കൊല്ലം എല്ലാം പഠിച്ചിരുന്നു ചെറുപ്പത്തില്? നൃത്തത്തിന്റെ എല്ലാം പഠിച്ചിരുന്നു. കാരണം കേരളത്തിൽ ഇപ്പോഴും അങ്ങനെയാണല്ലോ, എല്ലാം ആർട്ട് ഫോംസും പഠിക്കണം. പിന്നെ സെലക്ട് ചെയ്യുന്ന പിന്നീട്. അതെ, പിന്നീട് ഭരതനാട്യം ഞാൻ സ്പെഷ്യൽ. എന്താണ് ഈ കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഒക്കെ പഠിച്ചിട്ട് ഭരതനാട്യത്തിലേക്ക് പോകാൻ കാര്യം? എനിക്കതായിരുന്നു ഇഷ്ടം. എൻ്റെ ടീച്ചർക്ക് ആക്ച്വലി, പക്ഷെ ഞാൻ മോഹിനിയാട്ടം നന്നായി ചെയ്യുന്ന ടീച്ചർ പറഞ്ഞു. ഭരതനാട്യത്തിൽ ഒരുപാട് പേരുള്ളത്, മറ്റേ മോഹിനിയാട്ടവും ഒക്കെ അല്ലേ കുറച്ചുകൂടെ ആള് കുറവ്? അതെ, പക്ഷെ എനിക്ക് ഭരതനാട്യം ചെയ്യുമ്പോഴാണ് കൂടുതൽ സന്തോഷം. ഞാനായിട്ട് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭരതനാട്യത്തിലാണ്. ഈ നൃത്തത്തിൽ ഞാൻ പറഞ്ഞ ഇവർ പഠിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് സ്വന്തമായ കോൺട്രിബ്യൂഷൻ നൃത്തത്തിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും. എൻ്റെ ഒരു മെയിൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഡാൻസ് ഡ്രാമ ഞാനൊരു 2015 ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിർഭയ. ആ സമയത്ത് ഞാൻ കുറച്ചൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നല്ല, എനിക്ക് എന്തെങ്കിലും ന്യൂസൊക്കെ കേട്ടാൽ ഞാൻ ഭയങ്കര റിയാക്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ സമയത്ത് നിർഭയയുടെ ഒരു ഇന്ത്യാസ് ഡോട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്യുമെൻ്ററി ഇന്ത്യ ഗവൺമെൻറ് ബാൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിനെതിരായിട്ട് ഞാൻ ഭൂമി ദേവിയും നിർഭയയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഡാൻസ് പ്രൊഡക്ഷൻ ചെയ്തിരുന്നു. വാർത്തയിൽ നിന്ന്. കാരണം ആ കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ആ കുട്ടിയുടെ പേഴ്സ്പെക്റ്റീവ് ഞാൻ ചിന്തിച്ചു പോയി. അപ്പോൾ അത് ഒരുപാട് സ്റ്റേജുകൾ ചെയ്തായിരുന്നു. 2015 സൂര്യയിലും അങ്ങനെ ഒരുപാട്, കേരളത്തിലൊരു 8 സ്റ്റേജോളം ഞാൻ ചെയ്തായിരുന്നു ആ സമയത്ത്. ആ കംപ്ലീറ്റ്ലി ഇൻറ്റു ഡാൻസിങ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ അതൊരു വലിയൊരു പല സാധനവും പല നൃത്തവും തന്നെ ചെയ്തിട്ടുണ്ട്. ഗംഗയെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഗംഗയുടെ ഒരു വഴി എങ്ങനെയായിരിക്കും, ഗംഗ പൊല്യൂട്ടഡ് ആണ് എന്നുള്ള. അപ്പം ഗംഗ ആസ് ഒരു പ്രകൃതി മദർ എന്ന രീതിയിൽ എങ്ങനെയാണ് ഗംഗ അതിനെ കാണുന്നത്, അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊറിയോഗ്രാഫി തന്നെയാണ്. അതെ, എൻ്റെ എല്ലാ വർക്ക്സ് ഞാൻ തന്നെയാണ് ചെയ്യാം. കലാക്ഷേത്രം കഴിഞ്ഞിട്ട് എൻ്റെ ഇപ്പം ഞാൻ പ്രോഗ്രാം പെർഫോം ചെയ്യുന്നത് വരെ ഞാൻ എൻ്റെ ഓൺ കൊറിയോഗ്രാഫീസ് ഞാൻ ചെയ്യുന്നത്. അത് ഞാൻ തീരുമാനിച്ചിട്ടുള്ള ഒരാളായിരുന്നു എൻ്റെ കൊറിയോഗ്രാഫീസ് ചെയ്യണം എന്നുള്ളത്. നമുക്ക് സിനിമയിലേക്ക് പോകാം. എങ്ങനെയാണ് സിനിമയിൽ എത്തിയത്? ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ വേണ്ടെന്ന് വെച്ചാണല്ലോ കലാക്ഷേത്രത്തിലേക്ക് പോയത്. അത് ഈ ഭൂദേവി എന്ന ഡാൻസ് പ്രൊഡക്ഷൻ ട്രിവാൻഡ്രത്ത് ചെയ്തപ്പോൾ ഒരു സോൾ സൂര്യയില് അതെ സോൾ സീക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രാമ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എറണാകുളം ബേസ് ചെയ്ത്. അപ്പോൾ അവർ കാണാൻ വന്നിരുന്നു. അപ്പോൾ അവർ എന്നെ അതിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് അതിലൊരു മാക്സ്വെൽ ജോസ് എന്ന് പറഞ്ഞിട്ട് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും മെസ്സേജ് അയക്കുമായിരുന്നു, താല്പര്യമുണ്ടോ സിനിമയിൽ അഭിനയിക്കാൻ. ഞാൻ പറഞ്ഞു ഇല്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എന്നോട് പോലും ചോദിക്കാതെ എൻ്റെ ഫോട്ടോ അങ്കമാലി, ആ സമയത്ത് അങ്കമാലി ഡയറീസിൻ്റെ കാസ്റ്റിംഗ് കോളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, അവർ അയച്ചു കൊടുത്തു. പെട്ടെന്ന് എനിക്കൊരു ചെമ്മൻ വിനോദ് എന്ന് പറഞ്ഞ ആൾ വിളിച്ചു. ആരാന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഓക്കെ ലെറ്റ് മീ ട്രൈ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ തീരുമാനിച്ചു. കൊള്ളാലോ, എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഏതെല്ലാം മനുഷ്യരുള്ളിലും അഭിനയിക്കാനുള്ള ആഗ്രഹം ഉണ്ടല്ലോ. അപ്പോൾ കൊള്ളാലോ എന്ന് പോയി അച്ഛനോട് അച്ഛൻ ഒരു പടം ചെയ്തിട്ട് വരാം, അച്ഛൻ നമുക്ക് സിനിമ ഒക്കെ ചെയ്താൽ കുറേ ഡാൻസ് പ്രോഗ്രാം കിട്ടുന്ന അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ഞാൻ പോയതാണ്. പോയപ്പോൾ ഇത് അങ്കമാലി ഡയറീസിനായിരുന്നു. അങ്കമാലി 2016 ശ്രദ്ധിക്കപ്പെട്ടു, ചെറുതാണെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടു. കാരണം അങ്കമാലി ഡയറീസ് വലിയൊരു ഹിറ്റ് ആയല്ലോ. പിന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നൊരു ബ്രാൻഡ് ഉണ്ടല്ലോ. സോ അത് നമുക്കൊരു ഇപ്പം ഞാൻ ഏത് വേറെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോഴും നമുക്കതൊരു ഭയങ്കര ബ്രാൻഡാണ്. മൈ ഫസ്റ്റ് മൂവീസ് അങ്കമാലി ഡയറീസ് എന്ന് പറയുമ്പോൾ അതൊരു നമുക്ക് വേറെ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല എനിക്കവിടെ. അങ്ങനെയാണ് സിനിമയിൽ എത്തുന്നത്. പിന്നെ തുടർച്ചയായിട്ട് പിന്നെ കിട്ടി. ആ വർഷം വേറെ സിനിമ കിട്ടിയില്ല. പൈപ്പിൻ ചൂട്ടിലെ പ്രണയം എന്ന് പറഞ്ഞ സിനിമ ചെയ്തായിരുന്നു. അതെ. പിന്നെ ഒരു ബ്രേക്ക് വന്ന ജൂൺ എന്ന് പറഞ്ഞ സിനിമ, ജൂണിലാണ്. അതിൽ ടീച്ചറായിട്ടുള്ള മായ മിസ്. അതിലാണ് എപ്പോഴും ആൾക്കാർ
എന്നെ അറിയുന്നത് സത്യം പറഞ്ഞ ജൂണിലെ ടീച്ചർ തന്നെയാണ്. ഈ പെട്ടെന്ന് സിനിമയിലേക്ക് വന്നപ്പോൾ അഭിനയിക്കാൻ അന്നേരം കഷ്ടപ്പെട്ടോ? കുറച്ച്. പക്ഷെ എന്തോ ഒരു ദൈവം സഹായിച്ച് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നില്ല. ലിജോ സാറുടെ കറക്റ്റ് നിർദ്ദേശം നമുക്ക് ഉണ്ടായിരുന്നു എങ്ങനെയാണ് വേണം എന്നുള്ളത്. അത് അധികം ബുദ്ധിമുട്ടിട്ടില്ല ഞാൻ. പിന്നെ നാച്ചുറലായിട്ട് പിന്നെ അങ്ങനെ ആദ്യമൊക്കെ കുറച്ച് എനിക്കും ഫീൽ ചെയ്യുമായിരുന്നു, അയ്യോ ഡാൻസ് ഒരുപാട് കടന്നു വരുന്നുണ്ടോ, നമ്മളെന്നെ ജഡ്ജ് ചെയ്യണല്ലോ, നമ്മൾ അനലൈസ് ചെയ്ത്. ലിജോ സാറിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നത് അദ്ദേഹം വഴക്ക് പറയായിരുന്നോ? വഴക്കൊന്നും പറയില്ല. ഏയ്. പക്ഷേ ഈ ഫുള്ളി സിനിമ മാത്രം വിഷ്വല് കണ്ടു നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഫുള്ളി സിനിമയാണ്. ഞാൻ ആദ്യം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നിനുള്ളിൽ സിനിമയെ ആഗ്രഹിപ്പിച്ചത് അദ്ദേഹമാണ്. ഞാൻ ആ സിംഗിൾ ടേക്ക് ഷോട്ടിലൊക്കെ ഞാൻ അവിടെ ഉണ്ട്, ഞാൻ എന്നെ കാണുന്നില്ലെങ്കിൽ പോലും. അപ്പോൾ ഞാൻ അയ്യോ കൊള്ളാലോ ഈ പ്രോസസ്സ്. കാരണം ഇത്രയും ആൾക്കാരെ മാനേജ് ചെയ്തു നമ്മൾ. ആ ഒരു അതിൻ്റെ ഒരു മായാലോകം എന്നല്ല പറയുക, ഒരു വലിയൊരു പ്രോസസ്സാണ്. അതിന് ഇത്രയും ആളുടെ ഒരു പ്രോസസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കാണുന്നത് ഒരു സ്ക്രീനിലാണ്. എത്രയോ ആളുകളുടെ പിന്നെ എഫേർട്ടാണ്. അപ്പം എന്നെ ഒരു ഭയങ്കരമായിട്ട് എന്താ പറയുക, സിനിമയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിപ്പിച്ചത് അദ്ദേഹമാണ്, അദ്ദേഹത്തിൻ്റെ വർക്കാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ അങ്കമാലി ഡയറീസിലല്ല ഞാൻ ഫസ്റ്റ് മൂവി ചെയ്തിരുന്ന, ഒരു പക്ഷേ ഞാൻ സത്യമായിട്ടും ഇല്ലായിരുന്നു. കാരണം എനിക്കൊരു ആഗ്രഹം, നമുക്കൊരു എന്തിനോടൊരു ആഗ്രഹം, ഞാൻ എന്തെങ്കിലും ചെയ്യണമേ അതിയായ ആഗ്രഹം വേണം, എന്നാൽ മാത്രമേ ഒരു കാര്യം ഞാൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആ കാര്യം ചെയ്യില്ല. അങ്ങനത്തെ ഒരാളാണ്. അച്ഛൻ എന്ത് പറഞ്ഞു സിനിമ അഭിനയം കഴിഞ്ഞ് ചെന്നപ്പോൾ? അച്ഛൻ പറഞ്ഞു പോണ്ട, നീ ഡാൻസ് സ്റ്റേജിൽ കളിക്കുന്ന പോലെ ഒന്നും ഇല്ലല്ലോ, അതൊന്നും ശരിയാവില്ല, കൊള്ളൂല. സിനിമ അച്ഛൻ കൂടെ ആണോ കണ്ടേ? അച്ഛൻ വന്നില്ല. അച്ഛൻ കണ്ടില്ലേ? ഭയങ്കര എതിർപ്പായിരുന്നു വീട്ടില്. അല്ല സിനിമ കണ്ടേയില്ല? അങ്കമാലി ഡയറീസ് കണ്ടിട്ടില്ല. ആണോ? പിന്നെ അടുത്ത സിനിമയ്ക്ക് വരുമ്പോഴോ? കണ്ടിട്ടില്ല. അച്ഛൻ താല്പര്യമില്ല. എന്നിട്ടോ? പിന്നെ എനിക്ക് വാശിയായി, ഞാൻ സിനിമ ചെയ്യുന്നതായി. പക്ഷെ എനിക്ക് എന്താ അറിയോ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെ വിടില്ല. അച്ഛനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലേ കാര്യം മാത്രം, ബാക്കിയെല്ലാം കൺവിൻസ് ചെയ്തിരുന്നല്ലേ? സിനിമ മാത്രം പറ്റിയില്ല. കാരണം അച്ഛനെ ഇഷ്ടം, ആസ് എ പാരന്റ് എന്നല്ലെങ്കിൽ നമുക്ക് അവർക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടാവും. നമ്മൾ കാണുന്നൊരു ലോകം വേറെയാണ്, അവരറിയുന്ന ലോകം വേറെയാണ്. അറിയുന്ന ലോകമാണ് മെയിൻ. അതെ, അറിയുന്ന ലോകം വേറെയാണ്. പിന്നെ ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടാത്തൊരു ഫീൽഡാണ് നൃത്തം. ആകുമ്പോൾ എനിക്ക് ഓൾറെഡി ഞാൻ അറിയാം, നമ്മൾ സാധാരണ ഒരു ജീവിതമാണെങ്കിൽ പോലും നമ്മൾ ഒരു സാധാരണ ജീവിതം റൺ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻകം എന്തായാലും ഡാൻസ് പഠിപ്പിക്കുമ്പോൾ കിട്ടും എന്നുള്ള അച്ഛൻ നന്നായിട്ട് അറിയാം. അപ്പോൾ അവർക്ക് കൂടുതൽ ഞാൻ പല കോളേജുകളിൽ ലെക്ചർ ആവണം. ഇപ്പോൾ കലാക്ഷേത്രം ഒരു പക്ഷേ ഞാൻ നിന്നിരുന്ന ഒബ്വിയസ്ലി എനിക്ക് അവിടെ ജോലി കിട്ടുമായിരുന്നു. ഇപ്പോൾ ഞാൻ കലാമണ്ഡലത്തിൽ ട്രൈ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നില്ല, വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ഇൻ്റർവ്യൂവിന് പോയിട്ട് ഞാൻ തെറ്റി പറഞ്ഞു വന്നിട്ടുള്ള. കാരണം ഞാൻ അവിടെ ഇൻ്റർവ്യൂ ചെയ്ത് കൊടുത്താൽ എനിക്ക് എന്തായാലും ജോലി കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ തെറ്റൊക്കെ താളൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടായിരുന്നു, അച്ഛന് വേണം. അപ്പൊ കാരണം അവിടെ ഞാൻ മര്യാദയ്ക്ക് പെർഫോം ചെയ്ത് ഒബ്വിയസ്ലി എന്തായാലും ജോലി കിട്ടും എനിക്ക്. അപ്പോൾ ഞാൻ തെറ്റിയിട്ടൊക്കെ അപ്പോൾ ശ്രുതി ഇങ്ങനെയാണൊക്കെ പറയുന്നത് അവർ ഇൻ്റർവ്യൂവിന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചിരിച്ചിട്ട് ഇങ്ങനെ വന്നു. കാരണം ഞാൻ ഇപ്പം എനിക്കൊരു ജോലി വേണം, എൻ്റെ ലൈഫ് സെറ്റിൽ ആക്കണമെങ്കിൽ ഞാൻ കലാക്ഷേത്രം നിൽക്കണമായിരുന്നു. കാരണം സെൻട്രൽ ഗവൺമെൻറ് സ്കെയിലിൽ സാലറി കിട്ടുന്നൊരു ജോലിയായിരുന്നു. ഞാനത് വേണ്ട വെച്ചു. കാരണം എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു സ്റ്റക്കായി നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ ചെയ്യണം, എൻ്റേതായിട്ടുള്ള നൃത്തത്തിലാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്യണം. ഇപ്പോൾ കലാക്ഷേത്രം നിൽക്കുന്ന സമയത്ത് പോലും കാരണം അവർക്ക് പ്രയോറിറ്റി കൊടുക്കണം. കാരണം അവിടെ എനിക്ക് എൻ്റെ പെർഫോമൻസിന് പോകാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കലാമണ്ഡലത്തിൽ എന്തെങ്കിലും ജോലി ഞാൻ ചെയ്യാൻ പോയാൽ തന്നെ, ഇത് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞിട്ടോ, അവർക്കറിയില്ല, പോയാൽ തന്നെ കാരണം അവരുടെ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കേണ്ടി വരും. കാരണം ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ചിന്തകളും ഒരുപാട് കലയിൽ കൂടെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ സിനിമ കൊള്ളാം, സിനിമയെ തുടരാൻ തീരുമാനിച്ചൊരു സാഹചര്യം എങ്ങനെയാണ്? ജൂൺ കഴിഞ്ഞപ്പോഴാണോ? അല്ല, സത്യം പറഞ്ഞ അച്ഛൻ അതുവരെയ്ക്കും വാശിയുണ്ട്. വാശി മാത്രമല്ല, അച്ഛൻ സമ്മതിച്ചു. അച്ഛൻ ഒരു പോയിന്റിൽ അച്ഛൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. 2020 ആയിപ്പോ 20കളിൽ അച്ഛന് വയ്യാതെ കോവിഡിന്റെ പ്രശ്നം. അപ്പൊ ഞാനിങ്ങനെ അച്ഛന് മനസ്സിലാക്കാൻ തുടങ്ങി, ഓക്കെ അവൾക്ക് ഇഷ്ടമാണ്, ഓക്കെ. പിന്നെ അങ്ങനെ അച്ഛൻ ഞാൻ ഒരു ദിവസം കാണുമ്പോൾ എൻ്റെ ഫോട്ടോ എടുത്ത് എൻ്റെ മോളിൽ ഇപ്പോൾ അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ് ഒരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോൾ അച്ഛൻ ഭയങ്കര സന്തോഷത്തിനെ കുറിച്ച് പ്രൗഡായിട്ട് പറയുന്നു. കാരണം എപ്പോഴും കുറേ നാൾ ഞങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, കോൾഡ് വാർ ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, അച്ഛന് ഇഷ്ടാത്ത കാര്യം ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്കമാലി ഡയറീസിലെ പ്രതിഫലം
പ്രതീക്ഷിച്ച് ന്യായമായ പ്രതിഫലം കിട്ടിയോ, മാന്യമായ പ്രതിഫലം കിട്ടിയോ അങ്കമാലി ഡയറസിൽ? നമുക്ക് ആർക്കും പ്രതിഫലം ഉണ്ടായിരുന്നില്ല അങ്കമാലി, പുതിയ ന്യൂജൻ ഇതായതുകൊണ്ട്. ഇല്ല. പിന്നീട് പ്രതിഫലം കിട്ടി തുടങ്ങി. എപ്പോഴാണ് ആദ്യം പ്രതിഫലം കിട്ടുന്നത്? പൈപ്പിൻ ചുവട്ടിലെ പ്രണയം എന്ന് പറഞ്ഞ സെക്കൻഡ് മൂവിയിൽ. ഈ സിനിമയിൽ കിട്ടുന്ന പ്രതിഫലവും ഒരുപക്ഷെ ഇതിന് അട്രാക്ഷനായി കാണാം അല്ലേ? നൃത്തത്തെക്കാൾ കൂടുതൽ അട്രാക്ഷൻ അല്ല, കാരണം എനിക്ക് ആ സമയത്ത് ഫാമിലി റൺ ചെയ്യാനായിട്ട് നൃത്തത്തിനേക്കാൾ കൂടുതൽ എനിക്ക് പണം കിട്ടുന്നുണ്ടായിരുന്നു. അതാ ചോദിച്ചാൽ അതൊരു അത് ഘടകം തന്നെയായിരുന്നു. കാരണം ആ സമയത്ത് ഒരുപാട് ബാധ്യതകളുണ്ടല്ലോ, ആരോഗ്യ പ്രശ്നം, വീട്ടിലെ റെസ്പോൺസിബിലിറ്റി, ലോൺ കാര്യം, കുറെ നമ്മുടെ ലൈഫിൽ ഒരുപാടുണ്ട് നമുക്ക്. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഞാൻ നൃത്തം പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ പേയ്മെന്റ് എനിക്ക് സിനിമ അഭിനയിക്കുമ്പോൾ കിട്ടാൻ തുടങ്ങി. പിന്നെ പതിയെ സിനിമകൾ കൂടി വന്നു. ഈ തെലുങ്കിലേക്ക് പോയത് എങ്ങനെയാ? തെലുങ്കിലാണോ പോകുന്നത്? മലയാളം കഴിഞ്ഞ് ആദ്യം പോകുന്നത് തെലുങ്കിലാണ്. അതെങ്ങനെ? അത് ഞാൻ ചെന്നൈയിലായിരുന്നു സിനിമ. ഒരു 2017 തൊട്ട് വീണ്ടും ഞാൻ ചെന്നൈയിൽ 2 കൊല്ലം താമസിച്ചിരുന്നു. വീണ്ടും പോയിരുന്നു. എനിക്ക് ചെന്നൈ സിറ്റി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴാണ് കുറച്ചുകൂടെ പോവാതായത്. കാരണം എപ്പോഴും ഞാൻ പോയി അവിടെ കാരണം നൃത്തം എനിക്ക് ഒരിക്കലും വിടാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ പോയി വീണ്ടും പ്രാക്ടീസൊക്കെ തുടങ്ങി, പഠിക്കാനൊക്കെ തുടങ്ങി. അപ്പം അങ്ങനെ കുറച്ച് അവിടുത്തെ ഒരു സർക്കിളിൽ ഒരു ഫ്രണ്ടിനെ കണ്ടു. അദ്ദേഹമാണ് എന്നെ അവിടേക്ക് ഗോഡ്സ് ഓഫ് ധർമ്മപുരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ് സീരീസിൽ, തെലുഗു കൊണ്ടുപോകും. ഈ സിനിമാഭിനയം ഒരു ഈ അങ്കമാലി ഡയറീസ് ഒരു പ്രധാന കാരണമായി പോകാനായിട്ട്. അയാൾ അദ്ദേഹത്തിന് സിനിമയിലേക്ക് എന്നെ ഓഡീഷന് വിളിച്ചതാണ്. അപ്പോൾ ആ സിനിമ നടന്നില്ല. പക്ഷെ പറഞ്ഞെങ്കിലും ഒരു ക്യാരക്ടറിന്, പക്ഷേ കുറച്ച് ഹെവി ക്യാരക്ടറാണ്. കാരണം അതൊരു 2 ഗെറ്റപ്പ് ചെയ്യണമായിരുന്നു. ഒരു 25 to 30 ഏജും പ്ലസ് 45 to 15 ചെയ്യണമായിരുന്നു. അപ്പോൾ ഒരു 10 എപ്പിസോഡ് ഓഫ് ക്യാരക്ടർ. അപ്പോൾ അവർ കുറേ ആൾക്കാരെ നോക്കിയിട്ട് അവസാനം ഫിക്സ് ആയത് തന്നെയാണ്. ഒരു 50 പേര് അവർ ഓഡീഷൻ എടുത്തിട്ട് അവസാനം ഫിക്സ് ആക്കിയ ആൾ ഞാൻ അവിടെ. പക്ഷെ അത് സംഭവിച്ച 2019 കോവിഡ് സമയത്താണ് ശരിക്കും OTT ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ 2020 ഇത് 19 റിലീസായത്. അപ്പോൾ പക്ഷെ അവിടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഉണ്ടായി. പക്ഷെ ഒരുപാട് എനിക്ക് അമ്മ ക്യാരക്ടർ വരാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നു. കാരണം സീരീസ്, സിനിമകള്, തെലുഗു സിനിമകള്. കാരണം ഞാൻ എപ്പോഴും ഒരു അമ്മ ക്യാരക്ടർ മാത്രം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എപ്പോഴും 45+ ആയിട്ടുള്ള ക്യാരക്ടർ. ഞാൻ ആ സമയത്ത് ആ ക്യാരക്ടറിന് വേണ്ടി കുറച്ച് പുട്ട് ഓൺ ചെയ്തിരുന്നു. പിന്നെ നമ്മൾ നന്നായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. ഇപ്പോഴും Z5 Zയിലാണ് ഉള്ളത്, Z തെലുഗുല്. അപ്പോൾ അതിനുശേഷം അവിടുത്തെ ഒരുപാട് റിവ്യൂസ് വരുന്നു. ഹിന്ദുവിലും പലതിലും റിവ്യൂ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് വരുന്നു. കാരണം അവിടുത്തെ നല്ലൊരു ഹിറ്റ് വെബ് സീരീസ് അതായിരുന്നു. ഇപ്പോഴും വൺ ഓഫ് ദ ബെസ്റ്റ് വെബ് സീരീസ് ആണ് തെലുഗുല്. അപ്പോൾ അതിനുശേഷം ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഞാൻ വേണ്ടാന്ന് വെച്ചു. കാരണം ഇത് വീണ്ടും റിപ്പീറ്റ് അടിക്കല്ലേ. കാരണം ഇവിടെ ഹംപിയിൽ ഹൈദരാബാദുമായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ. അപ്പോൾ തെലുങ്കിൽ വളരെ പ്രശസ്തയാണ് അവിടെ. കേരളത്തെക്കാളായിരിക്കും കുറച്ച്. കാരണം ചെയ്ത കഥാപാത്രങ്ങൾ. പിന്നെ ദൂത എന്ന് പറഞ്ഞിട്ടുള്ള ആമസോൺ പ്രൈമിൽ ഒരു വെബ് സീരീസ് ചെയ്തായിരുന്നു റീസെന്റ്, കഴിഞ്ഞ കൊല്ലം. അത് റിലീസ് ഇല്ല. അത് നൃത്തത്തിൽ നമ്മൾ ഒരുപാട് തെലുഗു കൃതികളൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ. അപ്പം നമുക്ക് അത്യാവശ്യം ചെറിയ നോളേജ് ഉണ്ട് ചില ഭാഷ. അല്ല, ഞാൻ തന്നെ ഡബിങ്. അപ്പം ഈ ഉച്ചാരണം പഠിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ എന്തും ചെയ്യും. ഇല്ല, എന്നെ കൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞു നോക്കി ഞാൻ ഡബ് ചെയ്യാൻ. കാരണം ഡയലോഗ് ഞാൻ പറയാൻ നന്നായി തുടങ്ങി ഓൺ സെറ്റില്. അപ്പോൾ അവരെന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കാൻ നോക്കി. അപ്പോൾ എനിക്ക് നിർബന്ധമായിരുന്നു. ഞാൻ അനീഷ് കുരുവിള എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ഫ്രണ്ട്ലി ഒരു ഡയറക്ടർ, അദ്ദേഹം മലയാളിയും കൂടെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സർ ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ട്രൈ ചെയ്യിപ്പിച്ചു. അവർ പറഞ്ഞു ശ്രുതി ഡബ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ എൻ്റെ 2ാമത്തെ വെബ് സീരീസ് ഞാൻ തന്നെ ഡബ് ചെയ്തത്. ഇപ്പോഴും അവിടെ സാന്നിധ്യം തുടരുന്നു. ഇപ്പോൾ സംഭവിച്ചത് ഈ ഗോഡ്സ് ഓഫ് ധർമ്മപുരി ഭയങ്കര ഹിറ്റ് ആയതുകൊണ്ട് ഇപ്പോഴും അതിന്റെ കെയർ ഓഫിലാണ് ക്യാരക്ടേഴ്സ് വരുന്നത് ഇപ്പോഴും. അപ്പോൾ ആ ടൈപ്പ് എനിക്ക് ആ ടിപ്പിക്ക് ഒരുപോലത്തെ ക്യാരക്ടർ ചെയ്യേണ്ട. നമുക്ക് തെലുഗു ഇസ് ലൈക്ക് നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ നമുക്കത് മാത്രമല്ലല്ലോ, നമുക്ക് കുറച്ച് നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് ഇവിടുന്ന് പോകണ്ട. അല്ലെങ്കിൽ തമിഴ് ഞാൻ ട്രൈ ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് അധികം ഓപ്പർച്യൂണിറ്റി, റൈറ്റ് പേഴ്സൺസ് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? സിനിമയുടെ ചിലത് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ റിലീസ് ആവാനായിട്ട് ഒരു ഫാർമ എന്ന് പറഞ്ഞ വെബ് സീരീസ് ഉണ്ട് മലയാളം. നിവിൻ പോളി, PR അരുൺ ഹോട്ട്സ്റ്റാറിന്റെ. അപ്പോൾ അതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മ്ലേച്ഛം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
പിന്നെ കേട്ടില്ല, ആരുടെ അത്? മ്ലേച്ഛൻ ആടുജീവിതം സിനിമയിലത്തെ ആ ഗോകുൽ ആ പയ്യനല്ലേ, ആ കുട്ടിയുടെ നല്ല രണ്ടാമത്തെ. അഭിനയായിരുന്നു. അതെ അതെ അതെ, എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ടത് ആ ഗോകുലിന്റെ ഞാനും കൂട്ടി പടം ചെയ്യുന്നുണ്ട്. ഇപ്പം 2-3 സിനിമ കുറച്ച് ഡിലേ ആയി, 2-3 സിനിമകൾ തുടങ്ങാനുണ്ട്. പിന്നെ വെബ് സീരീസ് ഹിന്ദി ട്രെയിലർ ഓൺ അസാസിൻ റിലീസ് ആവുന്നുണ്ട്. ഇതിനോട് നൃത്തം, അധ്യാപനം ഇതെല്ലാം തുടരുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ബ്രേക്ക് ആയിരുന്നു, എനിക്ക് ചെറിയൊരു നീ സർജറി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇപ്പോഴും നീയുടെ പ്രശ്നം തുടരും? അല്ല, അത് അന്ന് തുടങ്ങിയ പ്രശ്നം വീണ്ടും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി. ഇപ്പോൾ ഞാനൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തായിരുന്നു. ഇപ്പോൾ വീണ്ടും ബാക്ക് ടു ആക്ഷൻ. ഇപ്പോൾ കൊച്ചിയിലൊരു സ്ഥാപനം തുടങ്ങി, രാജശ്യാമ എന്ന് പറഞ്ഞിട്ടുള്ള നൃത്ത വിദ്യാലയം തുടങ്ങി. എവിടെയാ? കൊച്ചിയിൽ SN ജംഗ്ഷനിൽ ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു, എൻക്വയറീസ് നടന്നുകൊണ്ടിരിക്കുന്നു. സീരിയൽ, വെബ് സീരീസ്. സീരിയലിൽ പോയിട്ടില്ല, അല്ല ഞാൻ സമയമുണ്ടല്ലോ, കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. കൂടുതലും തെലുങ്കും മലയാളമാണ് ഇപ്പോൾ. അതിൽ തന്നെ ഒരു വഴിത്തിരിവായി മാറിയല്ലേ ഈ അമ്മ? മലയാളത്തിൽ കുറേ നാൾക്ക് ശേഷം ഇന്റർവ്യൂകളെല്ലാം വരുന്നത് അമ്മ ബേസ് ചെയ്തിട്ടാണ്. കാരണം ശരിക്കും നല്ലൊരു ബ്രേക്കായി എനിക്ക് സിനിമ, എനിക്ക് നല്ലൊരു ഗുണം ചെയ്തിട്ടുണ്ട്. ഇനി വേഷങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, നോക്കാം. ഡാൻസിൽ ഒരു വേറെ തരത്തിലുള്ള ഒരു പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടെന്നൊക്കെ അറിയുന്നത് അവനിലൂടെയൊക്കെയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ലൈഫിൽ ഒന്നും വേണ്ട, എനിക്ക് ഇതിൻ്റെ കാണണം. ലൈഫ് നമ്മളെ പഠിപ്പിക്കും. ഒരുപാട് റിജക്ഷൻസ്, ഒരുപാട് പെയിൻ, സഫറിങ്. മുമ്പിൽ ഇരുട്ടായി തോന്നിയില്ലേ? ജീവിതം തീർന്നു തോന്നിയില്ലേ? ലൈഫ് അവസാനിപ്പിച്ചാലോ എന്ന് തോന്നി ഒരു ദിവസം എനിക്ക് തോന്നിയത്.